കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരുന്നു ഇവന്മാരെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ നമ്മൾ നേരെ വിട്ട് ശ്യാമിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ഇരുന്ന് പഴയ കാലത്തെ ഓർമ്മകളെ കുറിച്ച് പറയില്ലായിരുന്നു ഞങ്ങളുടെ പണി. ഞങ്ങൾ ഡിഗ്രി ടൈമിൽ എക്സാം ഒക്കെ ആവുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ ശ്യാമിന്റെ വീട്ടിലാണ് കിടന്നുറങ്ങാറ്. അതുകൊണ്ട് തന്നെ അവന്റെ വീട്ടിൽ അത്യാവശ്യം ഓർമ്മകളുള്ള ആൾക്കാരാണ് ഞങ്ങൾ. എല്ലാ പ്രാവശ്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറ് പാലും വെള്ളവും ചായയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവന്റെ അമ്മ ഉണ്ടാക്കിയത് നല്ല മാംഗോ ജ്യൂസ് ആയിരുന്നു. അത് നല്ല തിക്കായിട്ടുള്ളത്. പിന്നെ ഇറങ്ങാൻ നേരത്ത് നമ്മൾ അവന്റെ ഹെയർ ഓയിലും വാങ്ങിയിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത്. അന്ന് രാത്രി തന്നെ അല്ലിമൂടെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയായിരുന്നു. അങ്ങനെ രാവിലെ ആയപ്പോൾ അവളുടെ അടുത്ത് നേരെ പറമ്പിലേക്ക് റംബൂട്ടാൻ പറിക്കാൻ. അതിനെനിക്ക് അവളുടെ ആഗ്രഹം റംബൂട്ടാൻ തൊടാൻ. അങ്ങനെ നമ്മൾ അവളെ തോളത്തിയിട്ടിട്ട് നേരെ റംബൂട്ടാൻ തൊടിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവൾക്ക് ആവശ്യമുള്ള റംബൂട്ടാനൊക്കെ പൊട്ടിച്ചു. എന്തായാലും പൊട്ടിച്ചെടുത്തതല്ലേ, നമുക്ക് എന്തെങ്കിലും ഗുണം വേണമല്ലോ. ഞാൻ അനുസരണമുള്ള കുട്ടിയായത് തന്നെ മസാജ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഇടം വല്ലതും നോക്കാണ്ട് നമുക്ക് മസാജ് ചെയ്തു. എന്ത് ചെയ്യാൻ മമനായി പോയില്ല. പിന്നെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. സാധാരണ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിയരിന് വേണ്ടി എനിക്കും ചേച്ചിക്കായിരുന്നു കിട്ടിയത്. പിന്നെ നമ്മുടെ ഉള്ളിയരിനിൽ കുറച്ച് എക്സ്പെർട്ട് ആണ്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് പശുവിനെ കാണണം. അപ്പം നേരെ വെല്ലിച്ചിന്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ പോയപ്പോൾ നമ്മൾ പശുവിനെയും ആടിനെയും കോഴിനെയും എല്ലാവരെയും കാണിച്ചു കൊടുത്തു. അവിടെ ആഗ്രഹം പൂർത്തീകരിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവൾ നമുക്കൊരു പാട്ടൊക്കെ പാടി തന്നു. പാട്ടുണ്ടായിരുന്നു ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ഈവനിങ് ആയപ്പോൾ ഞാനും ചേച്ചിയും കൂടി നേരെ ഷോപ്പിംഗ് ഇറങ്ങി. പിന്നാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അവർക്കൊരു കേക്കും ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ അവർക്കുള്ള കേക്കൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. വരുന്ന വഴിക്ക് അല്ലിക്ക് വേണ്ടി നമ്മൾ മൈലാഞ്ചി വാങ്ങിയായിരുന്നു. അവൾക്കാണെങ്കിൽ മൈലാഞ്ചിനൊന്നും ഭയങ്കര ആഗ്രഹം. അപ്പോൾ പിന്നെ എൻ്റെ എല്ലാ കഴിവും ഞാൻ പുറത്തെടുത്ത് അവർക്കൊരു മൈലാഞ്ചി ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുത്തു. എങ്ങനെയുണ്ട് നമ്മുടെ ഡിസൈൻ? എന്തായാലും അവള് ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഡെക്കറേഷൻ ഒക്കെ സ്റ്റാർട്ടാക്കി. ലെറ്റേഴ്സ് ഒക്കെ എയർ അടിച്ച് നമ്മൾ നേരെ ചേച്ചിക്ക് കൊടുത്തു. ചേച്ചിയാണ് ലെറ്റേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്, എന്നെ മാത്രം തല തിരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വീണ്ടും റീ അറേഞ്ച് ചെയ്ത് നമ്മളത് സെറ്റാക്കി അവിടെ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കസിൻസും കൂട്ടുകാരും എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് എത്തിയായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും ആയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും കേക്ക് മുറിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് കയറി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛനും അമ്മയും വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാകും. പിന്നെ ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് സ്പെഷ്യലും കൂടി ഉണ്ട്. ഇത് അവരുടെ 30ാമത്തെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ഫുഡ് കൊടുക്കൽ പരിപാടിയായിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു നമ്മൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഓരോ ഹാപ്പി മൊമെന്റ്സും ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും അടുത്ത സ്റ്റോറിയിൽ കാണാം.